അല്ലേ? وعن أبي ذر رضي الله تعالى أبو ذر رضي الله عنه വലിയാണ്. جندب بن جنادة الغفاري من علام الصحابة. സഹാബത്തിന്റെ കൂട്ടത്തില് വലിയ ആളാണ്. അബൂദർ ഗഫാരി തങ്ങള് ദുനിയാവിനെ മുഴുക്ക മതം പരിശുദ്ധ ദീനിന് വേണ്ടി കൊടുത്താണ്. അബൂദർ ഗഫാർ ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മൻ തോട്ടങ്ങളും വലിയ തോട്ടങ്ങളുടെ ഉടമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുഇല മിൻ ഖൽബിഹി ബൈതൻ റിയാഉഹു ദിക്ർ എന്ന അവരെപ്പറ്റി ഖൽബിൽ അല്ലാഹു ഒരു വീട് തന്നെ വെച്ചു. ആ വീടിന്റെ പ്രകാശം തന്നെ ദിക്റാണ്. അബൂദർ തങ്ങൾ റജുലുൻ സല്ലാ ഖബല അൻ യുബ്അസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ യാത്രയാക്കപ്പെടുന്നതിന് മുമ്പ് നിസ്കരിച്ചു പഠിച്ച ആളാണ്. റജുലുൻ സല്ലാ ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നിസ്കരിച്ചു പഠിച്ച ആളാണ്. നിസ്കരിച്ചു. പഴയ മതത്തിലുണ്ടല്ലോ നിസ്കാരം, എല്ലാ മതത്തിലും നിസ്കാരം ഉണ്ടല്ലോ. ആ നിസ്കാരമൊക്കെ നിസ്കരിച്ചിരുന്ന ആളായിരുന്നു ഒരു. മൻ സർറഹു അൻ യൻദുറ ഇലാ സുഹുദി ഈസാ അലൈഹിസ്സലാം ഫൽയൻദുർ ഇലാ അബീ ദർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സുഹുദ്, അതേപോലത്തെ സുഹുദാണ് ഈ അബൂദറിനുള്ളത് എന്ന് റസൂൽ പറഞ്ഞു. അല്ലാഹ് ഹൃദയം മുഴുക്കെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന പോളിസിയാണ് മൂപ്പർക്കുള്ളത്. അല്ലാഹുവിലുള്ള ഭയങ്കര വിശ്വാസം മൂപ്പർക്കുള്ളതാണ്. അബൂദർ തങ്ങളെ പറ്റിയിട്ട് അബൂദർ തങ്ങൾ അടങ്ങിയിരിക്കുന്ന തന്നെ ഒരു ദുർഘടമായ വഴിയില്ല. അവിടെ എത്തിപ്പെടാൻ വലിയ പാടാണ്. 2 വണ്ടി പോകണം. ഒരു വണ്ടിയിൽ ഡീസലും ഒരു വണ്ടിയായിട്ട് പോകണം. പോകുന്ന വഴി മുഴുക്കെ മണൽ പ്രദേശമാണ്. വണ്ടി താന്നു പോകും. ചിലപ്പോൾ പോകുന്നിടത്തൊന്നും വെള്ളം കിട്ടില്ല. ചിലപ്പോൾ അവിടെ അതിനടുത്തുണ്ടൊരു മലയാളി താമസിക്കുന്നു. ദുനിയാവിനെ പറ്റ ഒടിഞ്ഞാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ഭരണകർത്താവായിരിക്കവേ ഒരു പൈസ കൊടുത്തു. 1000 ദീനാർ. അതിന്റെ ആക്രിയിൽ
മുആവിയ റളിയല്ലാഹു അൻഹു പരിശോധിക്കാൻ വേണ്ടി രാത്രിയിൽ പൃഥ്വിനെ വിളിച്ചു പറഞ്ഞു, ഈ പൈസ അയാൾക്ക് കൊണ്ടുകൊടുക്കും. എന്നിട്ട് ഉപർ സുബഹിക്കരിച്ചതിന് ശേഷം അയാളോട് പോയി പറ, പൈസ തരാൻ പറയാൻ. ഞാൻ വേറൊരാൾക്ക് കൊടുക്കേണ്ടുള്ള പൈസ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് എടുത്തു തന്നതാണ്, നിങ്ങളെന്നുകൊണ്ട് പൈസ ഞെളിഞ്ഞു മേടിച്ചോളാൻ പറഞ്ഞു. പാതിരാത്തേക്ക് കൊണ്ടുകൊടുത്ത പൈസ ഞാൻ പഴിച്ചു തന്നതാണ്, എന്റെ പൈസ കൊണ്ടുവരാൻ. അപ്പൊ അബൂദർ അങ്ങടുത്തൊന്നും പറഞ്ഞു. അബൂദർ പറഞ്ഞു, മുആവിയോട് പറഞ്ഞാലും ഞാൻ പൈസ എന്തായാലും തന്നെ കിട്ടുക, എന്നാലും തന്നെ ചെലവഴിച്ചു. രാത്രി എന്നെ കൊണ്ടുകൊടുത്തു പലർക്കും. മനസ്സിലായി? അതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാലേ പോയിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പരിശോധിക്കാൻ വേണ്ടി കൊടുത്തു വിട്ടാണ്. 5 പൈസ അതിന് കയ്യിൽ വെക്കില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. أسرع الموت إلى أبي ذر وحضرته الوفاة وبكت امرأته فقال بصوت كاد أن يختنق ما يبكيك قالت أبكي أن لا قدرة لي بتكفينك وليس يوجد ثوب من ثيابك يسعك كفنا. അങ്ങനെ പറഞ്ഞു. ഉള്ള തോട്ടങ്ങൾ മുഴുക്കി കൊടുത്തു. പിന്നെ നോക്കാം, കഫൻതുണി പൊതിയാൻ തന്നെ വസ്ത്രമില്ല. നിങ്ങൾ മരിച്ചാൽ എന്ത് ചെയ്യാം? ഇവിടെ വസ്ത്രമല്ല നിങ്ങൾക്ക് പൊതിയാൻ. അതുകൊണ്ട് ഞാൻ കരയാണ്. സ്വന്തം ഭാര്യ കാലബി ഈമാനിൻ ഫലാത്തബിക്ക, നീ കരയണ്ട, അതിന് കരയേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോ റസൂലുള്ള പണ്ട് തന്നെ പറഞ്ഞിരിക്കണം എന്നോട്. ഫഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലനഫറുൻ അന മിൻഹും ലയമൂതന്ന റജുലുൻ മിൻകും ബിഫലാത്തിൻ മിനൽ അർദ് فشهده عصابة من المؤمنين وليس من أولئك النفر رجل إلا وقد مات في قرية وجماعة من المسلمين وأنا أموت بفلاة والله ما كذب ولا كذبت فانظري الطريق. നിങ്ങൾ പേടിക്കുന്നതിന് ഞാനിവിടെ ഒന്നും മരിക്കില്ലല്ലോ, ഞാൻ മരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. മനസ്സിലായേ? അവിടെ ആരെയും വന്ന് അടയ്ക്കോളൂ, നിങ്ങൾ പേടിക്കണമെന്ന്. അങ്ങനെയാണ് മൂപ്പര് പോകുന്നത്. അങ്ങനെയാണ് അബൂദർ തങ്ങൾ വലിയ ആളാണ്. പിന്നെ അങ്ങനത്തെ അബൂദർ തങ്ങളെ പറ്റിയിട്ടാണ്. അബൂദർ തങ്ങൾ പറയട്ടെ, അവർ പറഞ്ഞേക്കുന്നത് എന്താണ്? മൂപ്പർ ഇസ്ലാമിന്റെ 5ാമത്തെ മെമ്പറാണ്. പിന്നെ മൂപ്പർ അബൂദർ ഗഫാർ ഗോത്രത്തിലേക്ക് തന്നെ പോയി, അവിടെ തന്നെ താമസിച്ചു നബി തങ്ങൾ മദീന ഷരീഫിൽ വരുന്നത് വരെ. ഖന്ദഖിന് ശേഷം പിന്നെ തുമ്മ സക്കന റബ്ദ എന്ന് പറയുന്ന സ്ഥലത്താണ്. മനസ്സിലായില്ലേ? റബദ ഇപ്പോഴും സ്ഥലം റബദ തന്നെ പേര് വരപ്പെടുന്നത്. ആ റബദയിൽ പോകാൻ ഭയങ്കര പാടാണ്. അവിടെ എത്തിപ്പെടാൻ എന്തൊരു വിഷമം. എത്തിപ്പെട്ടവരൊക്കെ ഉണ്ട്. നമ്മളെ ഈ ഫാറൂഖ് നൈമിയൊക്കെ പോയതാണ്. നമ്മൾ പോകാൻ പറ്റുന്നില്ല. നമ്മൾ പോയി വേഗം പോകുന്ന ആളായതുകൊണ്ട് അവിടെ പോയി നമുക്ക് തമ്പടിക്കാൻ സമയം കിട്ടും. റബദ എന്ന് പറയുന്ന സ്ഥലത്താണ് മൂപ്പർ അല്ലെങ്കിൽ وعن أبي ذر رضي الله تعالى عنه قال لا أنا ذكرته
വിവരണങ്ങളെ പറ്റി മാത്ത അങ്ങനെ ഒരു വിഭാഗത്തുണ്ട്. ഫലാത്തിലാണ് താമസിക്കുക, ഒറ്റയ്ക്കാണ് മരിക്കുക എന്ന് പറഞ്ഞിട്ടൊക്കെ അബൂദർദങ്ങളെ പറ്റിയിട്ട് പറഞ്ഞൊരു വർത്താനമുണ്ട്. അതിന് നോക്കി കാണുന്നില്ല. ربذ وكان يتعبد قبل أن يبعث النبي صلى الله عليه وسلم روى عنه خلق كثير من الصحابة والتابعين. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഒരു റബദയിലേക്ക് അവിടെ അന്നാണ് മരിക്കുന്നത്. قال أتيت النبي صلى الله عليه وسلم തങ്ങളിലേക്ക് ഞാനങ്ങ് ചെന്നു. وعليه ثوب أبيض ഞാൻ തങ്ങളിലേക്ക് ചെല്ലുമ്പോൾ തങ്ങൾ നല്ല വെള്ള വസ്ത്രത്തിന്റെ മേലാണ് തങ്ങൾ. നമ്മളെ റഈസുലനും എപ്പോഴും വെള്ള വസ്ത്രം എടുക്കത്തുള്ളൂ, കള്ളി കൊടുക്കത്തില്ല. ഒരു കള്ളിത്തുണി ഉണ്ട്, ബാത്റൂമിൽ പോകാൻ വേണ്ടി ഉപയോഗിക്കും, പിന്നെ കൊണ്ട് അവിടെ ഉപയോഗിക്കും, പിന്നെ എപ്പോഴും വെള്ള ഉപയോഗിക്കും. നിമിതങ്ങൾ വെള്ള വസ്ത്രത്തിന്മേലാണ്. എന്തിനാണ് ഇപ്പൊ അത് പറയുന്നത്? തങ്ങളടുത്ത് എന്ന് പറഞ്ഞാൽ പറയാം, വാലയി തൗബൻ നബി എന്ന് പറയണം. ഞാൻ തങ്ങളടുത്ത് എന്ന് തങ്ങളിങ്ങനെ അങ്ങോട്ട് വിവരം പറഞ്ഞു തന്നെ പറയാം. അങ്ങനെ ആരെയും പറയാറുണ്ടോ? ഞാനവിടെ ചെന്നപ്പോ മൂപ്പർ ഇന്ന വസ്ത്രത്തിൽ വിലയിരിക്കുന്നത്, അത് പറഞ്ഞ എന്തിനായിരിക്കും? അത് പറയേണ്ടി വരും ചിലപ്പോ. മനസ്സിലായില്ലേ? പിന്നെന്താ പിന്നെ വേറെ എന്താ? അത്തൈദ് വഅലൈഹി തൗബൻ നബിയല്ലോ വഹുവ നായിമൻ സുമ്മ അത്തൈതുഹു. അതെ, അങ്ങനെ പറയണമെന്ന്. അബിയല്ലായ വസ്ത്രം ധരിച്ചാല് എപ്പോഴും പോകാൻ വേണ്ടി കാത്തിടക്കായിരിക്കും. അന്നേരം നല്ല വസ്ത്രത്തിൽ പോകാൻ പറ്റുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഇങ്ങനെ മരണം കാത്തിടക്കുന്ന ആളായതുകൊണ്ട്. ബൽ ഖസ്ദുർ റാവി ബിദാലിക യുഖർറിറ തസബ്ബുത വൽ ഇത്ഖാന ഫീമാ യർവീഹി. മൂപ്പർ റിപ്പോർട്ട് ചെയ്യുന്ന ആ വിഷയം മനുഷ്യ ഹൃദയത്തിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നബി തങ്ങളുടെ അവസ്ഥ പറഞ്ഞതാണ്. ലിയതമക്കന ഫീ ഖുലൂബിസ് സാമിഈൻ. കണ്ടാ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഹളറത്തുൽ ഖുദ്സിലാണ്, അള്ളാഹിന്റെ മുന്നിലാണ് എപ്പോഴും ഉള്ളത്. അള്ളാഹിന്റെ മുന്നിലാകുമ്പോൾ പിന്നെ നല്ല കോലത്തിൽ നിൽക്കണമല്ലോ മനുഷ്യന്മാർ. അങ്ങനെ ചിന്തിച്ചവരുണ്ട് ഒരുപാട് പേര്. വഹുവ നായിമുൻ, ഏത് ഹാലിൽ തങ്ങൾ ഉറങ്ങുകയാണ്. ഞാൻ ചെന്നു ഏത് ഹാലിൽ വഅലൈഹി തൗബുൻ നബിയല്ലു ആയ ഹാലിൽ വഹുവ നായിമുൻ, തങ്ങൾ ഉറങ്ങുകയും ആണ്. അല്ല, അല്ലെങ്കിൽ തൗബൻ നബിയെന്നു എന്ന ആലിയ ജുമ്മലമേലേക്കാണ് വഹുവ നായിമുൻ എന്നതിനെ അത്തുബാക്കിയിരിക്കുന്നത്. വഹുവ 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 വഹുവ, അങ്ങനെ ഞാനിങ്ങ് പോന്നു എന്നാ അതിലർത്ഥം. മനസ്സിലായില്ല? സുമ്മ അത്തൈത്തു, പിന്നെ സുമ്മ അത്തൈത്തു പറയണമെങ്കിൽ അവിടെ പോയി അവിടെ ചെന്നപ്പോൾ തങ്ങൾ ഉറങ്ങാണ്. സുമ്മ അത്തൈത്തു, പിന്നെ ചെന്നു എന്ന് പറഞ്ഞാൽ പിന്നെ മടങ്ങിയിട്ട് ചെന്നു എന്നല്ലേ അതിലർത്ഥം. ഇപ്പൊ ചെന്നപ്പോ തങ്ങൾ ഉറങ്ങാണ്, പറഞ്ഞു ഞാനിങ്ങ് പോന്നു എന്നല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഞാനിങ്ങ് പോന്നു എന്ന് അതിന്റെ മായന. അതിന്റെ മായന പിന്നെ അറിയണോ? പിന്നെ അതിന്റെ മായന വെക്കാൻ പിന്നെ ഞങ്ങളും പോണം. ഖീല ഫീ ദിക്രി തൗബിൽ അമിയദി വന്നൗമി വല്ലിസ്തിഖാദ്. മൂന്നവസ്ഥ പറഞ്ഞു. ഒന്ന് വസ്ത്രം വെള്ളയായിരുന്നു, ഒന്ന് ഉറക്കായിരുന്നു, ഒന്ന് ഉണർച്ചയായിരുന്നു. പിന്നെയാണ് ഹദീസിനെ കൊണ്ടുവന്നത്. പിന്നെ ഹദീസിനെ കൊണ്ടുവന്നത് തന്നെ ഫഖാല എന്നുള്ള തഅഖീബിന്റെ ഇബാറത്താണ് കൊണ്ടുവന്നത്. അപ്പൊ തങ്ങൾ ഏതോ ഒരു ലോകത്തായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ എന്നതിനർത്ഥം.
തങ്ങൾ ഏതോ ഒരു ലോകത്തായിരുന്നു, തങ്ങളിപ്പം ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. വന്നുടനെ ഫഖാലാണ്. അങ്ങനല്ലേ ഫായിനെ പറ്റി ഞങ്ങൾ പഠിച്ചില്ലേ? ഞങ്ങൾ തഖ്വീൽ ലിസാനത്ത് ഫാ ഉടനെയാണെന്നുള്ളതാണ് പഠിച്ചില്ല. ജാനി സെയ്ദ് ഫഅംർ വന്നുടനെ നല്ലത് അതാണ്. അപ്പോൾ ഫാ തഅഖീബനാണ്. തഅഖീബ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വലവാത്തുല്ലാഹി വസലാമുഹു ഫി ആലമിൽ ഗൈബ് واستعداده لفيض الله عليه حينئذ بالوحي. തങ്ങൾ ഉറങ്ങാണ്. അമ്പ്യാക്കന്മാരൊന്നും ഉറങ്ങിയാലും ഓരോ കൽബിന് ഉറങ്ങത്തില്ലല്ലോ. കണ്ണല്ലേ അടയത്തുള്ളൂ, കൽബ് അടയില്ല. അങ്ങനത്തെ ഒരാള് അവർ ഉറങ്ങില്ല. ഉറങ്ങിയത് പറയുകയൊക്കെ ചെയ്യും. അതിന്റെ സമുദായത്തിനെ സമുദ്ധരിക്കാൻ അത് വേണമല്ലോ. അല്ല പിന്നെ ഉറങ്ങാൻ കുത്തിരുന്നപ്പോൾ നമ്മൾ തന്നെ ഇന്നലെ ഉറങ്ങാഞ്ഞിട്ട് ഇങ്ങനെ വിഷമിക്കുക. അപ്പോൾ ഉറക്കം നമുക്ക് നോക്കണമെന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ. അല്ലെ പിന്നെ ഉറക്കം പോകുന്ന ഒരവസ്ഥ നമ്മളെ കൽബിലുണ്ടാ പിന്നെ ഉറക്കം പോകും. പിന്നെ ഉറങ്ങില്ല. കേട്ടോ. ഇവിടിപ്പോൾ ഇങ്ങനെ ഉറങ്ങിയിട്ട് എന്തേ കാര്യം? ഇതിൻ്റെ ഉറങ്ങിയിട്ട് എന്താ കാര്യം? അങ്ങോട്ട് പോകേണ്ടിയുള്ളതല്ലേ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഉറങ്ങിയാൽ പോരെന്ന് വിചാരിച്ചു. മനസ്സിലായി? അങ്ങോട്ട് പോകേണ്ടിയുള്ളതല്ലേ. ഇരുപത് ഉറങ്ങുന്നത്. ഇപ്പം എത്ര ഉറങ്ങിയാലും ഇപ്പം ഒന്ന് പോകാതിരിക്കാൻ പറ്റുമോ? എത്ര കടന്ന് ഉറങ്ങിയാലൊന്ന് പോകാതിരിക്കാൻ പറ്റുമോ? പോവുമല്ലോ. 3 കെട്ടി കൊണ്ടുപോകല്ലോ അമ്മ. അവനിനി ഉറങ്ങണ്ട, അവിടെ പോയിട്ട് ഉറങ്ങാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഉറങ്ങാത്തവരുണ്ട്. അങ്ങനെയാണ് ഈ ഷാദിലി ഇമാമിന്റെ ആൾക്കാരൊക്കെ. അവരുറങ്ങില്ല. അവരിങ്ങനെ പാട്ടും പാടി എന്താണ് കസദല്ലുല സഹറൽ ലയാലിന്ന് അങ്ങനെ പാട്ട് പാടുന്നത്. അങ്ങനെ നിങ്ങൾ ഷാദിലിക്കകത്ത് പങ്കെടുക്കുന്നവരൊക്കെ അല്ലേ അങ്ങനെ 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 അല്ലേ? മഖ്സൂദുഹും ജന്നാത്തു അദ്നി വകാന ലൈലത്തുൽ ഖദ്രി എന്ന് പറഞ്ഞില്ലേ? വകാന ലൈലത്തുൽ ജുമുഅ എന്താണ് ഇദൽ ഫജ്രി എന്നൊക്കെ പാട്ടില്ലേ? അങ്ങനെ പാട്ടില്ലേ? അങ്ങനെ പാടില്ല. വകാന ലൈലത്തുൽ ഖദ്രി. അവർക്ക് ജുമുഅ വന്നാലും പിന്നെ അവർക്ക് ലൈലത്തുൽ ഖദ്റ. ജുമുഅ രാത്രിയൊക്കെ വന്നാൽ ആറ്റിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്റ. ആറ്റിങ്ങളിങ്ങനെ പാടി വിക്റ് ചൊല്ലി ഇങ്ങനെ ആറ്റിങ്ങൾ ഉറങ്ങില്ല. ഉറങ്ങുന്നത് കണ്ടിട്ടില്ല. 9 വർഷം വരെ ഉറങ്ങാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് ശ്രീമത്തെടുത്തിട്ട് ഓരോന്ന് കിടന്നുറങ്ങുന്നത് കാണണ്ടേ? കാണുന്നില്ല. അപ്പൊ അവരുറങ്ങില്ല. അവരുടെ കൽബിൽ മറ്റേതായിപ്പോയി, ഉറങ്ങുന്നില്ല. അഫ എന്നുള്ള ആ തഅഖീബിന്റെ ഫ തങ്ങളിങ്ങനെ തങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ്. തങ്ങളെപ്പോഴും വെള്ള വസ്ത്രത്തിന്മേലാണ്. വഅലൈഹി സൗബുൻ നബിയ്യൻ വഹുവ നായിമുൻ ബിമഅന മുറാഖിബുൻ ലില്ലാഹി ബിഖൽബിഹി. അതായത് മാന പിന്നെ തങ്ങൾ ഉറങ്ങി കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് തങ്ങളെ ഉറക്കം കൊണ്ട് ഒന്നും കൂടെ മുറിയുന്നില്ല. അതാ രസം. ഉറക്കം കൊണ്ട് ഒന്നും മുറിയും നമ്മൾ പറഞ്ഞേക്കണം അല്ലയോ? പക്ഷെ തങ്ങളെ ഉറക്കം കൊണ്ട് തങ്ങളൊന്നും മുറിയുന്നില്ലല്ലോ. കൽബി യഖ്ദാനായ പിന്നെ ഒന്നും മുറിയും. ഒന്നും മുറിയാൻ കാരണം പറഞ്ഞ എന്താ? കണ്ണെന്താവും? കണ്ണ് ഉറങ്ങിക്കും. അപ്പം എന്ത് കണ്ണിവിടെ നമ്മളെ ഇവിടെ ഒരു കെട്ടുണ്ട്. ഈ കെട്ടിനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടിങ്ങനെ എന്താ സുഷമ നാടിയോ എന്ന് പറയാൻ ഇംഗ്ലീഷിൽ എന്താ പറയാ? ഇനീസ് കോടാ? എന്തിനു കോടാ? എന്തിനു കോടാ? ആ കോടും പറയും അവര്. മനസ്സിലായല്ലേ? അപ്പൊ അതിനെ കൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിടിച്ച് നല്ല കെട്ടി ഇങ്ങനെ വരിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് തലച്ചോറ് കൊണ്ടുവന്ന് ഇങ്ങനെ 2 കണ്ണിലേക്ക് ബന്ധിപ്പിച്ചേക്കും. മനസ്സിലായി? കണ്ണിറങ്ങുമ്പോ ഇതിങ്ങനെ ആയപ്പോ ഇവിടുന്ന് എന്ത് ചെയ്യും? കീഴുവായി പോകും. അതുകൊണ്ടാണ് കണ്ണിന്റെ പ്രത്യേകത പറഞ്ഞത്. മനസ്സിലായി? കണ്ണിങ്ങനെ അടഞ്ഞാലും കണ്ണ് മയക്കായിപ്പോയ പിന്നെ എന്ത് ചെയ്യും? അവിടെ പ്രശ്നമാവും. അതുകൊണ്ട് മുമക്കിനം മക്കഅദഹു ആയിരുന്നു ഉറങ്ങിയവന്റെ ഉറക്കത്തിന് എന്തിരുന്ന കുഴപ്പമില്ല. കാരണം ഒന്നും അറിയപ്പോന്നില്ല. മറ്റേത് ഇങ്ങനെ ലൂസായി കിടക്കുമ്പോൾ എന്താവും? തിരിഞ്ഞോ? അങ്ങനെ പോയിക്കൊണ്ട്. അപ്പൊ അങ്ങനെ തങ്ങൾ ഫാദർ അതാ ഇബ്നുജല്ലൈത്തമീൻ അങ്ങനെ എഴുതി. നമ്മളെഴുതിയല്ല. ഫി ആലമിൽ ഗൈബി വസ്തിഅദാദിഹി ലിഫൈദില്ലാഹി അലൈഹി ഹീനഇദിൻ ബിൽ വഹ്യി
വതഖ്സീസു സൗബി ബിൽ അബിയദ്, വസ്ത്രത്തിനെ വെള്ളം കൊണ്ട് പ്രത്യേകമാക്കുന്നത് ഈമാഉൻ ഇലാ ഖൗലിഹി യാ അയ്യുഹൽ മുദ്ദസ്സിർ വസിയാബക ഫതഹിർ കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായി? ഖും ഫബശ്ശിർ ഇബാദിയല്ലദീന ആമനൂ ബിൽ ജന്ന എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പം യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക വറബ്ബക യാ അയ്യുഹൽ മുസമ്മിൽ യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും. എന്നൊക്കെ നിങ്ങളെ ഇങ്ങനെ കിടന്നാൽ എങ്ങനെ ആയിരിക്കും? ഇവിടെ മാത്രം പറഞ്ഞ ഞാനുമായിട്ട് മാത്രം ബന്ധപ്പെട്ടാൽ മതിയോ? സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെടണ്ടേ? തങ്ങളിപ്പോ തങ്ങൾ എഴുന്നേക്ക് ഖും ഫഅൻദിർ, തങ്ങൾ പോയിട്ട് നല്ല ആൾക്കാർക്ക് വിശാരത്തല്ല ഫഅൻദിർ, തങ്ങൾ ഭയപ്പെടുത്താതിരിക്കും. ഏറ്റങ്ങൾ ഇങ്ങനെ ആരെങ്ങനെ എന്താ? അപ്പൊ തങ്ങള് നല്ല വിശാഫ അന്തിറെന്ന് പറയുമ്പോ എഴുന്നേറ്റുടനെ പറയുകയാണെങ്കിൽ നല്ല പിന്നെ കയ്യിലെടുത്തോണ്ട് വേദം പറയാൻ പോയി പറ്റും. കളിക്കുരുത്തോണ്ടാ വേദം പറയാൻ പോലെ എന്നോ? അപ്പൊ നല്ല എപ്പോഴും തങ്ങള് സ്ട്രോങ്ങിലാണ്, നല്ല വെള്ള വസ്ത്രത്തിൽ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അപ്പൊ അതാണ്. അപ്പൊ അതിനത് ലാത്തായില തഹത്തഹു എന്ന് പറഞ്ഞാളേല്ലോ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുലുഖുകൾ വിശദീകരിക്കലാണ് ഉള്ളത്. തുമ്മാത്തേത്ത് പിന്നെ ഞാൻ പോയി. തങ്ങൾ ഇങ്ങനെ ഉറന്നു കുത്തിരിക്കുന്നുണ്ട്. വജത്തുഹു മുന്തബിഹം മിനൻ നൗം, വേണ്ട ഞാൻ ചെന്നപാടെ ഫഖാല തങ്ങൾ പറഞ്ഞു മാ മിൻ അബ്ദിൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മാ മിൻ അബ്ദിൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല ഇല്ലാ ദഖല തുമ്മ മാത അലാ ദാലിക ഇല്ലാ ദഖലൽ ജന്ന. മനസ്സിലായോ എന്നങ്ങ് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അതിപ്പോ എന്തോ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗ്ഗത്തിൽ കിടക്കുന്നു എന്തീ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ എന്ന് പറയണത് നമ്മൾ ഇന്നാൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ന് എവിടെ വന്നാലാണ് മുഹമ്മദ് റസൂൽ കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ചു സുമ്മ മാത്താന്ന് പറഞ്ഞു, പിന്നെ മരിച്ചു, ഉടനെ മരിച്ചു എന്നല്ല, കുറെ കഴിഞ്ഞിട്ട് വായിക്കാം. അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ ഇബാദത്ത് ചെയ്യാനും പറ്റും. അപ്പൊ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാല് യാ അയ്യുഹല്ലദീന ആമനുല്ലാഹ ദിക്റൻ കസീറാ എന്ന് പറഞ്ഞല്ലേ? അങ്ങനല്ലേ? ദിക്റൻ കസീറ വദാകിരീനല്ലാഹ, അങ്ങനെ ആയിട്ട് എങ്ങനെ ആയിരിക്കും? വദാകിരീനല്ലാഹ കസീറൻ വദാകിറാത്തി, അങ്ങനല്ലേ? വദാകിരീനല്ലാഹ കസീറനുണ്ട് അല്ലയോ? അങ്ങനെ ഇല്ലയോ? കസീറൻ പറഞ്ഞിരിക്കുന്നു, രണ്ടിടത്ത് പറഞ്ഞു കസീറൻ. മുഅ്മിനീങ്ങളോട് ദിക്റെല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ട്. മുഅ്മിനീങ്ങളല്ല ഒറ്റങ്ങൾ ദിക്റില്ല. പിന്നെ പറഞ്ഞങ്ങനെ പറഞ്ഞിടത്തൊക്കെ പറഞ്ഞ കസീറൻ പറഞ്ഞിട്ടില്ല. കസീറൻ എല്ലായിടത്തും എവിടെ ദിക്ർ പറഞ്ഞോ അതൊക്കെ കസീറ പറഞ്ഞുണ്ട്. ഖുർആൻ ശരീഫിൽ കസീറില്ലാത്ത ദിക്റുണ്ടോ? ഉണ്ടോ? വദാകിരീനല്ലാഹ കസീറൻ വദാകിറാത്ത്. അതിന്റെ മുമ്പുള്ള ആയതെന്തോ അവിടെ ഒന്നും കസീറൊന്നും ഇല്ലതാണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി والصائمين والصائمات والمتصدقين والمتصدقات وركبه والخاشعين والخاشعات وذاكرين الله والمتصدقين كثيرا പറഞ്ഞിട്ടില്ല. അനുബന്ധി കസീറൻ ദിക്റലാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കസീറനായില്ല. കസീറനാവണ്ട ദിക്ർ. അതുകൊണ്ടാണ് നമ്മളെ തരീഖത്തിൽ ഭയങ്കര കസീറൻ ദിക്റാണ്. കോടിയൊക്കെ ചെല്ലാനും പറഞ്ഞാളി. അപ്പൊ പിന്നെ ആദ്യം ചെല്ലും, പിന്നെ അതിനകത്ത് ഇങ്ങനെ പിന്നെ അങ്ങ് ഉറക്കും നമ്മള്. അപ്പൊ പിന്നെ അതിനകത്തോട്ട് പിന്നെ കൂടാണ്ട് കഴിയില്ല. അങ്ങനെ നമ്മള് പട്ടാളം അല്ല തെന്നലും പാപ്പൊക്കെ അങ്ങനെ ദിക്ർ ഇങ്ങനെ ചെല്ലും.
ദിക്റാണ്, വേറെ പരിപാടിയില്ല, വേറെ ഒരു പരിപാടിയില്ല. പിന്നെ അങ്ങനെ തീറ്റയും കൂടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നല്ല, തിന്നല് വേണമെന്നില്ല. 5 ദിവസമൊക്കെ മിണ്ടാങ്ങിരുന്നേക്കും. അപ്പൊ അതാ ജലാലത്തിന്റെ ഇസ്മ കൽബി കയറിയാൽ അങ്ങനെ ജലാലിയത്തിൽ അങ്ങ് വളർന്നു. വൈന്നമാലം യദ്കുർ മുഹമ്മദുർ റസൂലുള്ളാഹ് ലിഅന്നഹു മഅലൂമുൻ അല്ല അന്നഹു ബിദൂനിഹി ലാ യൻഫഉ. എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ലിഅന്നഹു മഅലൂമുൻ അന്നഹു ബിദൂനിഹി ലാ യൻഫഉ എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അതിനെപ്പറ്റി പിന്നെ പറയേണ്ട കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതിനെ പറ്റി പിന്നെ പറഞ്ഞ മോശം. അതിലില്ല ഒരു എന്താവും, ആ കലാമിന് ഫായിദല്ല. എന്തിനാ കടന്നു പറയാം, നമുക്ക് കറണ്ടോട് പറയുന്നില്ല, നിങ്ങൾ തന്നെ ചോദിക്കും എന്തിനപ്പോ അതിങ്ങനെ പറയുന്നത്, ഞാൻ കറണ്ടില്ല ചോദിക്കത്തില്ലേ. എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയം പറയുന്ന മോശമില്ല. ഒരു കലാമ കൊണ്ട് നമ്മൾ ഒന്നുകിൽ എന്ത് വേണം, ലാസിമി ഫായിദത്തിൽ ഖബർ അല്ലെ ഫായിദത്തിൽ ഖബർ, അങ്ങനെ എന്റെ വർത്തമാനം പറയുന്നിടത്ത് പറഞ്ഞേക്കുന്നത്. ഒരു ഖബർ കൊണ്ട് ഒരു ഇഖ്ബാർ കൊണ്ട് എന്താ സെയ്ദും ഖായിമൻ, സെയ്ദും ഖായിമൻ എന്ന് പറയൽ കൊണ്ട് 2 അർത്ഥം. ഒന്ന് സെയ്ദ് ഖായിമാണെന്ന് തന്നെ അറിയിക്കും, മനസ്സിലായില്ല. അല്ലെങ്കിൽ സെയ്ദ് ഖായിമാണെന്നുള്ള വിഷയം ഞാൻ അറിഞ്ഞു എന്നുള്ളതിന് തന്നെ അറിയിക്കും. 2 ഫായതയുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ എന്ന് പറയണ്ട, പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ മുഹമ്മദ് റസൂൽ എന്ന് പറയുന്നത് ഹസ്ബ് സായിദയാവും, അതുകൊണ്ട് പറയാറില്ല. മങ്കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മാത്രമല്ല ഉദ്ദേശം മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഷഹാദത്തൈൽ കലിമ ഇല്ല, ഷഹാദത്തുൽ കലിമ എന്നേ പറയാറ്, മനസ്സിലായില്ലേ. മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴും പറഞ്ഞോളൂ, ആര് പറഞ്ഞാലും വിടില്ല. മന്നെന്നുള്ളത് മാമിൻ അബദിൻ എന്നല്ലേ, ഏത് ദാസനും. അബദ് പറയുമ്പോ പിന്നെ അമത്താനകത്ത് പെടും. അപ്പൊ പെണ്ണുങ്ങളാരും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. മാമിൻ അബിദിൻ എന്നല്ലേ പറഞ്ഞോളൂ, അമത്തിൽ പറഞ്ഞില്ലല്ലോ. ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോ അവിടെ പെണ്ണുങ്ങൾ അതിനകത്ത് എന്തിട്ടുണ്ട്, ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. മാമിൻ അബദിൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സുമ്മ മാത അലാ ദാലിക ഐ ദാലികൽ ഇഅ്തിഖാദ് വസുമ്മ ലിത്തറാഖി ഫി റുത്ബ ലിഅന്ന അൽഇബ്റത ബിൽ ഖവാതിമി. എന്നാ പരിഗണന മുഴുക്ക ഖാത്തിമത്തുകൾ കൊണ്ടാണ്. ഇല്ലാ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടന്നിട്ടല്ലാതെയല്ലോ. അപ്പൊ ഇല്ലാ ദഖലൽ ജന്ന എന്നുള്ള ഇസ്തിനാ മുഫറഖാണ്. ഐ ലാ യകൂനു ലഹു ഹാലും മിനൽ അഹ്വാലി ഇല്ലാ ഹാല ഇസ്തിഹഖാഖി ദുഖൂലിൽ ജന്നതി. അതാണ് അതിന്റെ അർത്ഥം. എന്താ ثم مات على ذلك إلا دخل الجنة إلا استثناء مفرغان أي لا يكون له حال من الأحوال إلا حال استحقاق دخول الجنة. മുപ്പർക്ക് പിന്നെ സ്വർഗ്ഗത്തിൽ കടക്കാൻ നല്ല വേറൊന്നുമില്ല. ففيه بشارة إلى أن عاقبته دخول الجنة. കണ്ടാ ആഖിബത്ത് എന്തായാലും ദുഖൂൽ ജന്നയാണ്. ചിലക്കും പാവങ്ങളൊക്കെ ഉണ്ടാവായിരിക്കും. ലാക്കിൻ അമറഹു ഇലല്ലാഹ് ഇൻ ശാഅ അഫാനു വദഖലൽ ജന്ന. അതൊക്കെ നമ്മൾ വായിച്ചു. ഖുൽതു, ഞാൻ ചോദിച്ചു, വൈൻസന, അങ്ങനെ സിന ചെയ്താലും അങ്ങനെ തന്നെയാണ്. വൈൻസന കണ്ടാ ഖാല ഇബ്നു മാലിക് ഹർഫുൽ ഇസ്തിഫ്ഹാമി ഫീ ഖൗലിഹി വഇൻസന മുഖദ്ദറുൻ വലാ ബുദ്ദ മിൻ തഖ്ദീരിഹി. കണ്ടാ ഹൈ അദഖലൽ ജന്നത വഇൻസന എന്ന്. അയാൾ സ്വർഗത്തിൽ കടക്കുമോ, അയാൾ സ്വർഗത്തിൽ കടക്കുമോ? വൈൻസന കണ്ട ഖുൽതു വൈൻസന ഹാദൽ വാവു തുസമ്മ വാവൽ മുബാലഗ. വൈൻ മുഅദഹ തുസമ്മ വസ്ലിയത്തുൻ വജസാഉഹ മഹദൂഫുൻ. കണ്ട ഇത് ശർത്തിയായിട്ടാ പറഞ്ഞേക്കുന്നത്. وجزاؤها معذوف لدلالة ما قبلها عليه. فتكريرها الآتي ليس إنكارا بل لظن أنه صلى الله عليه وسلم ربما يجيبه بجواب آخر غير ذلك الجواب الذي استبعده. وإن زنا മൂന്നോട്ട് പറഞ്ഞല്ലോ. وإن زنا وإن سرق قال وإن زنا وإن سرق قال قلت وإن زنا وإن سرق قال وإن زنا وإن سرق قلت وإن زنا وإن سرق قال وإن زنا وإن سرق. അപ്പൊ മൂന്നോട്ടം പറഞ്ഞപ്പം
ഇത് തങ്ങൾ പറയാൻ വിശ്വാസമില്ല. ഒരിടം പോലെ പറയാം തങ്ങൾ എല്ലാവരും പറയാൻ കണക്കാണ്. അപ്പൊ അതിനെ മറുപടി പറഞ്ഞത് അതെന്തല്ല തങ്ങളുടെ മേല് ഇൻകാർ നിലയിൽ പറഞ്ഞതല്ല, വേറെ മറുപടി വല്ലതും പറയുന്നതാണ്. ദഖലുൽ ജന്ന അല്ലാത്ത വേറെ വല്ല മറുപടി നിങ്ങൾ പറഞ്ഞാലോ എന്ന്. അതാണ് ജിജ്ഞാസയാണ്, ആ മുത്തല്ലിമീനുള്ള ജിജ്ഞാസ. വൈൻസന വൈൻ സർക്ക വൈൻസന വൈൻ തങ്ങളോട് ആവർത്തിച്ചോ വൈൻസന വൈൻ സർക്ക, മനസ്സിലായില്ല? അപ്പൊ വീണ്ടും ആവേശമായി, വേറെ വല്ലതും പറഞ്ഞാലോ വൈൻസന വൈൻ സർക്ക. അതാണ് അപ്പൊ ആവേശം, മറുപടി വേറെ കിട്ടാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് മഹാനായ അബൂദർ തങ്ങൾ വീണ്ടും വീണ്ടും അതിനെ ആവർത്തിച്ചത് എന്ന് മനസ്സിലാക്കണം. ആ വാവിനെ പറ്റിയാണ്. വൈൻസന നാളൊരു വാവ് ഉണ്ടല്ലോ, എവിടെ വാവ് ഉണ്ടത്? ആ വാവ് ഈ വാവൊക്കെ എഴുതി വെക്കണം നിങ്ങൾ. ഹദീസും അതിന്റെ പേജുകൾ എഴുതി വെക്കണം, എനിക്കത് ആവശ്യമുള്ളത് കേട്ടാ. ഇപ്പൊ രണ്ട് വിഷയമുണ്ട്. ഇത് രണ്ടും എന്തേ ചോദിച്ചെന്ന് ചോദിക്കും. വേറെ എന്തെല്ലാം തെറ്റുകളുണ്ട്. അതൊന്ന് മനുഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ടാണ്, മറ്റൊന്ന് മാലുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലായോ? വഹുവസിന അല്ലെ അന്നദംബ ഇമ്മ ഹഖുല്ലാഹി, പാപം രണ്ടു വിധനുണ്ട്. തഖ്സീസുഹുമ അന്നദംബ ഇമ്മ ഹഖുല്ലാഹി വഹുവ അസ്സിന ഔ ഹഖുൽ ലിബാദി വഹുവ അഖദു മാലിഹിം ബിഗൈരി ഹഖിൻ ഫീ ദിക്രിഹിമ മഅനൽ ഇസ്തിബ്ആദ്. എന്താ അല്ലാഹ് അപ്പം വൈൻസന വൈൻ സറക്ക അവിടെ മുഖദ്ദറത്തായ സുആലൊക്കെ വേണമെന്ന് വെച്ചു. മനസ്സിലായില്ല? തുസമ്മ ഹാദിഹിൽ വാവൽ മുബാലഗ കണ്ടാ. വൈൻ ബഅദഹാ തുസമ്മ വസ്ലിയ വജസാഉഹ മഅദൂഫൻ ലിദലാലത്തി മാ ഖബലഹാ അലൈഹി. അത്തബ്ഖലു ബിറഹ്മത്തില്ലാഹ് ഫറഹ്മത്തുല്ലാഹി വാസിഅത്തുൻ അലാ ഖൽഖിഹി വൈൻ കരിഹത ദാലിക. അതിനർത്ഥം നീന്താ ഇങ്ങനെ പേടിക്കുന്നേ? നിനക്കിത് എത്ര പേടി? അള്ളാന്റെ റഹ്മത്ത് വളരെ വലുതല്ലേ, അവന്റെ വിശാലമായ വലുതല്ലേ, വിശാലമായതല്ലേ. അപ്പൊ സിന ചെയ്യൽ കൊണ്ടും സർക്ക ചെയ്യൽ കൊണ്ടും എന്തുണ്ട്? ഒളബ് ഒരു അള്ളാന്റെ. എന്നാലും അള്ളാഹു തആല പറഞ്ഞില്ലേ സബഖത്ത് വളബത്തി വളബി റഹ്മത്തി, സബഖത്ത് റഹ്മത്തി വളബി എന്ന് പറഞ്ഞില്ലേ? ശരിയല്ലേ? പിന്നെ അപ്പൊ അതാണ് വലഹും അയദ്ഖുലുഹാ എന്നതിനർത്ഥം. ഖുൽതു അയദ്ഖുലുഹാ വഇൻ സനാ വഇൻ സറഖ ഖാല നഅം യദ്ഖുലുഹാ വഇൻ സനാ വഇൻ സറഖ. ഖുൽതു അയദ്ഖുലുഹാ വഇൻ സനാ വഇൻ സറഖ ഖാല നഅം യദ്ഖുലുഹാ വഇൻ സനാ വഇൻ സറഖ. നബ്ബഹ ബിദാലിക അലാ അന്നഹു മതാ സഹൽ ഈമാൻ കാന മിൻ അഹ്ലിൽ ജന്ന. ഈമാൻ ശരിയായാല് സ്വർഗ്ഗത്തിൽ പെടും. സംഗതി വൈകുന്നേരത്തൊക്കെ ജമീഅൽ മആസി മഅദൽ കുഫറ ഉണ്ടാ. ലാക്കിൻ ലാക്കിന്നഹു അവലൻ തഹ്തൽ മശിയ കമാ മറ. വഇൻ ശാഅ ഗഫറ വഇൻ ശാഅ അഫാ അൻഹു വദഖലൽ ജന്ന വഇൻ ശാഅ അദബ ثم അദ്ഖലഹുൽ ജന്ന എന്നതിന്റെ അർത്ഥം പല പ്രാവശ്യം പറഞ്ഞുണ്ടല്ലോ. അപ്പൊ ഏതായാലും കുഫറല്ലാത്ത പാപങ്ങൾ ചെയ്തവർക്ക് നജാത്തുണ്ട് എന്ന് കിട്ടി. അലാ റഗമി അൻഫി അബീദർ. ഇല്ല, എന്താണ് ഈ അബൂദർ? അബൂദറിന്റെ മൂക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അവർക്കുള്ള പ്രയോഗമാണ്. അലാ റഗിമ അൻഫു അബീദർ അല്ലേ? അലാന്നല്ലേ? അലാ റഗമി എന്നാ അലാ റഗമി. പിന്നെ ലാ യദ്ഖുലുൽ ജന്ന അലാ റഗമി. അർറഗ്മു ബിൽ ഫത്ഹി അശ്ഹറു മിനൽ ളമ്മി. റഗ്മ അൽ കർഹു വെറുപ്പ് എന്നാ. ഫഫരിഹ ബിദാലിക അബൂദർ വകാന അബൂദർ റളിയല്ലാഹു അൻഹു അലാ റഗ്മി അൻഫി അബീദർ എന്നും കൂടെ റസൂലുള്ളാഹി പറഞ്ഞു. റസൂലുള്ളാഹിനെ ചീത്തയാക്കാൻ രസ. നുബൂത്തിന്റെ കലാമാണല്ലോ. എത്ര നിനക്ക് വരെ പണിയില്ല ഓ അബൂദറേ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം ഇതൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അതും കൂടെ പറയും. പിന്നെ അതീത് പറഞ്ഞു കൊടുക്കുമ്പോ അതുകൂടെ പറയും ആൾക്കാരോട്, എന്നെ ഇങ്ങനെയും പറഞ്ഞു.
അപ്പൊ അബൂദർ റളിയല്ലാഹു അൻഹു തമാശയത്. അങ്ങനെ വലിയ ആൾക്കാർ വല്ലതും പറഞ്ഞാൽ എന്നെ എങ്ങനെയും പറഞ്ഞിട്ടുണ്ടെന്ന് പറയാമല്ലോ. കാന അബൂദർ റളിയല്ലാഹു അൻഹു ഇദാ ഹദ്ദത കണ്ടാ അബൂദർ തങ്ങൾ ഈ ഹദീസ് കൊണ്ട് വർത്തമാനം പറയുമ്പോ കാല കണ്ടാ മഹാനവറുകൾ പറയും വയിൻ റഹിമ അൻഫു അബീ ദർരിൻ എന്നാണ് അല്ല എന്ന് പറയും വയിൻ റഹിമ അൻഫു അബീ ദർ. അബൂദർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അതിന്റെ അർത്ഥം ഐ ലസിഖ ബിർറഖം വഹുവ തുറാബ് വയസ്തമന മജാസൻ ബിമാന കരിക ഔദല്ല ഇത്ലാഖൽ ഇസ്മി സബബി അലൽ മുസബ്ബബ്. അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. ഇനി എന്താ കഴിഞ്ഞില്ലേ? ഹദീസ് കഴിഞ്ഞില്ലേ? മുത്തഫഖുൻ അലൈഹി. അപ്പൊ ഇതേപോലെയുള്ള ഹദീസുകൾ ഒരുപാടുണ്ട്. ഹദീസുകൾക്ക് വ്യാഖ്യാനങ്ങൾ ഇന്നലെ കുറെ പറഞ്ഞു അല്ല. വയലം അന്ന ഹാദൽ ഹദീസ വഅംസാലുഹു തദുല്ലു അലാ അന്നൽ മുഅ്മിന ഫഇൻ കാന ഫാസിഖൻ വമുർതകിബൻ ലിൽകബീറത്തി ദഖലൽ ജന്ന വലം യഖ്ലുദു ഫിന്നാർ ഫയഗ്ഫിറുല്ലാഹു ലിമൻ ലഹു ഇൻ ശാഅ ഔ യുഅദ്ദിബുഹു ثم يدخله الجنة فهذا هو مذهب أهل السنة والجماعة والأحاديث في ذلك كثيرة والأحاديث الدالة على خلافه تؤول عنده. കണ്ടാ ഇതിനെതിരെയുള്ള ഹദീസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? വ്യാഖ്യാനിക്കപ്പെടണം എന്നും. ബസ് അല്ലാഹ്